നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പറ്റിക്കുകയാണോ, അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള സ്നേഹമാണോ, അല്ലെങ്കിൽ നിങ്ങളെ പറ്റിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നതാണോ, അത്തരത്തിൽ ഒക്കെ അതൊക്കെയാണ് നമ്മളൊന്ന് നോക്കാനായിട്ട് പോകുന്നത്. ശരിക്കും അവർക്ക് ആത്മാർത്ഥതയുണ്ടോ ഈ റിലേഷൻഷിപ്പിൽ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളൊന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇതിൽ ഇപ്പോഴത്തെ ഒരു എനർജി പ്രകാരം കാണുന്നത് നിങ്ങളെ പേഴ്സൺ പറ്റിക്കൊന്നുമല്ല, നിങ്ങളെ പേഴ്സൻ്റെ സിറ്റുവേഷനാണ് നിങ്ങൾക്കത് അവർ പറ്റിക്കുന്നതായിട്ട് തോന്നുന്നത് എന്നതാണ് ഈ ഒരു കാർഡ്സിലൂടെ വ്യക്തമാവുന്നത്. ദ വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങളാണ് ആ ഒരു പേഴ്സണ് എല്ലാം കൊണ്ടും നിങ്ങളിൽ അവർക്ക് ഒരുപാട് ഡിപ്പെൻഡൻസി കാണുന്നുണ്ട്, നിങ്ങളും അവരിൽ ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡിപ്പെൻഡൻസി വളരെയധികം ഉണ്ട്. അതാണ് എനിക്കിവിടെ മെയിനായിട്ട് കാണുന്നത്. പക്ഷേ ആളുടെ ഒരു കാര്യത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു അൺസക്സസ്ഫുൾ ബിസിനസ്മാൻ, അതായത് അങ്ങനെയാണ് കാർഡ് എനിക്കിവിടെ റിവേഴ്സ് വന്നിട്ടുള്ളത്. കിങ് ഓഫ് പെൻറ്റിക്കിൾ റിവേഴ്സ് ആണ്. അതായത് അൺസക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ്മാൻ എന്ന് പറയുമ്പോൾ കരിയറിലും അധികം ഡെവലപ്മെൻറ്റ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അവർക്ക് ഒരു ഡെവലപ്മെൻറ്റ്സ് അവിടെ കിട്ടുന്നില്ല. മണി ഫോക്കസ്ഡ് ആണിപ്പോൾ ആൾ ഉദ്ദേശിച്ച ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലം ഉള്ള വ്യക്തിയായിരിക്കാം. മണി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് പ്രോബ്ലംസ് ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. കാരണം ഫുള്ളി ഹീസ് കോൺസെൻട്രേറ്റഡ് ഓൺ ഹിസ് കരിയർ ആൻഡ് മണി. അതായത് എത്രയും പെട്ടെന്ന് അവർക്ക് ക്യാഷ് ഉണ്ടാക്കണം, അവരുടെ ലൈഫിൽ അവർക്ക് എവിടെയും ഒന്നും എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു തോന്നൽ ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. കുറേ പേരൊക്കെ ലോസ് ഫേസ് ചെയ്യുന്നവരായിട്ടും കാണുന്നുണ്ട് ഫിനാൻഷ്യലി. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്ന ടൈമിലും ആൾക്ക് ആ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയുമ്പോഴൊക്കെ ഒരു സമാധാനമായിരുന്നു. അവർക്കിപ്പോൾ ഒരുപാട് ഓപ്ഷൻസ്, ചോയ്സുകൾ കരിയർ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ബിസി ടൈമിലാണ് കാണിക്കുന്നത്. ഒരുപാട് ചോയ്സസുകൾ, ഓപ്ഷൻസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ ആൾക്കാർക്ക്, ചിലവർക്കൊക്കെ പുതിയ ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ബിസിനസ്സിൽ തന്നെ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഉള്ളത് എന്താ ചെയ്യേണ്ടത്, പുതിയതിലേക്ക് പോകണോ, ഇത് തിരഞ്ഞെടുക്കണോ, ഒരു കൺഫ്യൂഷൻ സ്റ്റേജും കൂടി ഇവിടെ ഉണ്ട്. ആൾക്ക് ബാലൻസ് തീരെ ഇല്ലാത്തതായിട്ട് കാണുന്നുണ്ട്. ലേക്ക് ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് പുവർ ഫിനാൻഷ്യൽ ഡിസിഷൻ. അതായത് ഇത്രയും കാലം അവരുടെ ഒരു പുവർ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻ എടുത്തതുകൊണ്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ള ലോസ് സംഭവിച്ചതെന്നാണ് ആളുടെ ഒരു മനസ്സിൽ. ആൾക്ക് ചിലപ്പോൾ നിങ്ങളെ ആ ഒരു സമയത്തേക്ക് ആളിപ്പോൾ വിളിക്കുന്നുണ്ടായിരിക്കില്ല. വിളിച്ചാൽ തന്നെ ആൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കട്ട് വെക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഓൺലൈനിലൊക്കെ കാണുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഓൺലൈനിൽ ഉണ്ടായിട്ടും നിങ്ങളോട് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾ തോന്നിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ടായിരിക്കാം, ഇല്ല ഞാനിപ്പോൾ തിരക്കിലാണ്, അങ്ങനെ കാര്യങ്ങളൊക്കെ. അത് ഓഫ് കോഴ്സ് അവിടെ പറ്റിക്കൊന്നുമല്ല, അവിടെ ഒരു തിരക്ക് നന്നായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെ എന്തായാലും അവർക്ക് ഒരുപാട് ഈ ഒരു കാര്യത്തിൽ ഈ ഒരു സമയത്ത് അത് കറക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് കൈവിട്ട് പോകുന്നൊരു അവസ്ഥയിലാണ് ആളുടെ ഒരു ഇതിൽ കുറേയൊക്കെ നിൽക്കുന്നത്. ചിലപ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കില്ല അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന്, ഫിനാൻഷ്യലി ഉള്ളൊരു സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. ഒരു ലാക്ക് ഓഫ് എനർജീസും കാണുന്നുണ്ട്. കാരണം ഒട്ടും ആൾ ഭയങ്കര ടയേർഡായിട്ടുള്ളൊരു എനർജിയിലാണ് നിൽക്കുന്നത്. ലാക്ക് ഓഫ് എനർജി, ഐഡിയാസ്, ക്രിയേറ്റിവിറ്റി, ആംബിഷൻ, ഗോൾസ്, പ്ലാൻസ്. അതായത് ഇപ്പോൾ എടുത്തിട്ടുള്ള എല്ലാ ഒരു റോളുകളും ആൾക്ക് അൺസക്സസ്ഫുൾ ആയിട്ട് സ്വയം ഒരു ഫീൽ ചെയ്യുന്ന ഒരവസ്ഥ. അപ്പോൾ അവർക്കൊരു ഹാപ്പിനെസ് ഇപ്പോൾ കിട്ടുന്നില്ല അവരുടെ കരിയറിൽ. ഓക്കെ, നിങ്ങളവരുടെ സൈഡിലുണ്ട്, നിങ്ങളടുത്ത് സംസാരിച്ചിരുന്നിട്ടും കാര്യമില്ലല്ലോ. അവർക്ക് അവരുടെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യണം. ഒരു സന്തോഷമായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളടുത്തും അവർക്ക് സന്തോഷമായിട്ട് തന്നെ നിൽക്കാനായിട്ട് സാധിക്കുമെന്നാണ് അവർ ചിന്തിക്കുന്നത്. എല്ലാം നിങ്ങളടുത്ത് ഷെയർ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഓരോന്നും സംശയിച്ചുകൊണ്ട് അവരെ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യുക, അത് ഇതെന്നൊക്കെ ഉള്ള രീതിയിലേക്ക് എടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർ ഓവറായിട്ട് അവർക്ക് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സ് കാണുന്നുണ്ട്, വളരെയധികം ലാക്ക് ഓഫ് എനർജി കാണുന്നുണ്ട്, സപ്പോർട്ടിന് പോലും ആരും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ അവർക്ക് ഫിനാൻഷ്യലി വളരെ ലോസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ അവർ 1-0 മുതൽ തുടങ്ങാനുള്ളൊരു പ്ലാനിലൊക്കെ നിൽക്കുന്നുണ്ട്. ബിസിനസ് ആണെങ്കിലും കരിയർ ആണെങ്കിലും പുതിയൊരു സ്റ്റാർട്ടിങ്ങിൽ, കരിയർ റിലേറ്റഡ് ആണെങ്കിൽ പുതിയൊരു ഇതിലേക്ക് കടക്കണം എന്നുള്ളൊരു തോട്ട്സിലൊക്കെ നിൽക്കുന്നുണ്ട്. പുറത്തോട്ട് പോയാലോ, ഇപ്പോൾ പുറത്തുള്ളവർക്കല്ല, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പുറത്തോട്ട് പോയാലോ എന്നൊക്കെ ഉള്ളൊരു ഇതിൽ നിൽക്കുന്നുണ്ട്. നിങ്ങളെന്ന് പറയുന്നത് ഇവിടെ കിങ് ഓഫ് സോർഡ്സ് കിട്ടിയിട്ടുണ്ട്. അതായത് ചിലപ്പോൾ വഴക്കുകൾ നന്നായിട്ട് ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. വെറുതെ പറയാണ് നിങ്ങൾ, അങ്ങനെയല്ല, ഈ സിറ്റുവേഷൻ അങ്ങനെയല്ല, എനിക്കറിയാം, നിങ്ങൾ തന്നെ സ്വയമായിട്ട് കൽപ്പിച്ചു കൂട്ടി ഓരോന്നും പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. അത് അയാളിൽ ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നുണ്ടെന്നാണ് കാണുന്നത്.
ഫസ്റ്റൊക്കെ നിങ്ങളായിരുന്നു ആൾക്കൊരു ആശ്വാസം, എന്തും തുറന്നു പറയാനും എല്ലാത്തിനും. പക്ഷെ ഇപ്പോൾ ആള് തുറന്നു പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും വിനയായിട്ട് ആൾക്ക് തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളൊരു തോട്ടിലും കൂടി ആൾ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളിൽ നിന്നുള്ളൊരു സപ്പോർട്ടല്ല കിട്ടുന്നത്, മറിച്ച് നിങ്ങളിൽ നിന്നും വളരെയധികം മാനസിക വിഷമം ഉണ്ടാക്കുന്ന കാര്യത്തിലേക്കാണ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഇവിടെ കാണുന്നത്. ചോയ്സ് ഇവിടെ വീണ്ടും വന്നിട്ടുണ്ട്, ഒരുപാട് ചോയ്സസുകൾ വരുന്നുണ്ട്. നോട്ട് ഓൺ ഈ റിലേഷൻഷിപ്പിലല്ല ഞാൻ പറയുന്നത്, അവർക്ക് കരിയർ വൈസ് ഒരുപാട് ചോയ്സസുകൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊരു കൺഫ്യൂഷൻ സ്റ്റേജിൽ കൂടി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ സംസാരിക്കാൻ അവർക്ക് ടൈമില്ലാത്തത് ഓഫ് കോഴ്സ് ആഗ്രഹമില്ലാണ്ടല്ല, അവർ ഓൾറെഡി അവരുടെ കരിയറിലും ആ ഒരു ഫിനാൻസിൻ്റെ കാര്യത്തിലും പ്രഷർ താങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് റിലാക്സേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും കേൾക്കുന്ന കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളുമാണ്. ഫാമിലിയിൽ നിന്നും അത് തന്നെയാണ് ആ പേഴ്സൺ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് ഇവിടുത്തെ ഒരു ഏജ് എന്ന് പറയാനായിട്ട് ഒരു കൂടുതൽ പേർക്കും ഒരു 35 മുതൽ ഒരു 44 വയസ്സിന് ഉള്ളിലുള്ളവർക്കാണ് ഒരുപാട് റീഡിങ്സ് എനർജിയിൽ ആ ഒരു ഏജ് ഗ്യാപ്പ് ഗ്രൂപ്പിലുള്ളവരാണ് ഇപ്പോൾ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. അവർക്കാണ് ഈ ഒരു ഫിനാൻസുമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇവിടെ കാണുന്നത്. ബാക്കിയുള്ളവരെല്ലാം എന്നല്ല, എല്ലാ ഇതിലുണ്ട്. പക്ഷെ കൂടുതലും എനിക്ക് എനർജീസ് കിട്ടുന്നത് ഈ ഒരു ഏജിൽ നിൽക്കുന്നവരുടെയാണ്. അവർക്ക് ഫിനാൻസിൻ്റെ പ്രോബ്ലം നന്നായിട്ട് തന്നെ കാണുന്നുണ്ട്. 2 ഡിസിഷൻ പാത്തുകൾ എന്തെടുക്കണമെന്ന് അവർ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു തട്ടിൽ നിങ്ങളാണോ ഫിനാൻസ് ആണോ മുഖ്യമെന്ന് ചോദിച്ച് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവർ മേ ബി ഫിനാൻസ് സെലക്ട് ചെയ്തേക്കാം. അങ്ങനെയുള്ളൊരു എനർജിയിലാണ് നിൽക്കുന്നത്. കാരണം കൈവിട്ട് പോകരുത്, അത് കൈപിടിച്ചെടുത്തതിന് ശേഷം സമാധാനമായിട്ട് നിങ്ങളടുത്തേക്ക് തിരിച്ചു വരാം എന്നുള്ളൊരു തോട്ടിലാണ് അദ്ദേഹം. നിങ്ങളൊരു എന്താ പറയുക, തീരെ ഉപേക്ഷിച്ചതായിട്ട് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളോട് ഇൻട്രസ്റ്റ് പോയി നിങ്ങളുടെ അടുത്ത് ഇനി വരണ്ട അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇവിടെ. അതൊന്നും കാണുന്നില്ല. ആൾ ഫുള്ളി ഫോക്കസ്ഡ് ഓൺ അവരുടെ ഒരു ഫിനാൻസ് അല്ലെങ്കിൽ കരിയർ. ഇപ്പോൾ ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും ലേഡീസ് ആണെങ്കിലും അവരുടെ കരിയർ കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് മെയിനായിട്ട് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് അവരുടെ മനസ്സിൽ എന്തെങ്കിലും നിങ്ങളടുത്ത് പറയാനുണ്ടോ? ഓഫ് കോഴ്സ് ഇവിടെ കുറച്ച് നമ്പേഴ്സ് കാണുന്നുണ്ട്, എല്ലാവർക്കും വരണമെന്നില്ല. 21 ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക്, 5 ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് 5 ആൻഡ് 21 ആണ് ഇതിൽ മെയിനായിട്ട് കാണുന്നത്. ഈ 5ഉം 21ഉം മേ ബി ഇനി നിങ്ങളുടെ ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന എന്തെങ്കിലും കാര്യത്തിന് ഉതകുന്ന എന്തെങ്കിലും നമ്പേഴ്സ് ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്റ്റിൽ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഹാപ്പൻഡ് ആയിട്ടുള്ളൊരു സംഭവിച്ചിട്ടുള്ള ദിവസങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളുടെയോ ഇതിലായിരിക്കാം വന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, പിന്നെ എന്താണ് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാതെ അവർ പറയാൻ ആഗ്രഹിക്കുന്ന ഇപ്പോഴത്തെ അവരുടെ സോളിൻ്റെ ഇത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല, പക്ഷെ അവരുടെ മനസ്സിൽ ഈ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അവർക്ക് നിങ്ങളുടെ അടുത്ത് വന്ന് പറയണമെന്നുണ്ട്, എങ്ങനെയാണ് അവരുടെ ഒരു സിറ്റുവേഷൻ, എങ്ങനെയാണ് അവരുടെ ഒരു ഫീലിങ്സ് എന്നൊക്കെ വന്ന് പറയണമെന്നുണ്ട്. പക്ഷെ അതിന് പോലും ഒട്ടും ടൈമില്ലാത്ത അവസ്ഥ, ലേറ്റ് നൈറ്റൊക്കെ അവർ പണിയെടുക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നീ കാണുന്ന പോലെയല്ല എൻ്റെ ലൈഫ്, നീ അറിഞ്ഞതിലും കണ്ടതിലും അപ്പുറത്താണ് എൻ്റെ ഒരു സിറ്റുവേഷൻ എന്നാണ് ഇതിൽ പറയുന്നുണ്ട് ആൾ പറയാതെ.